നേരത്തെ നോക്കൂ, മേഴ്സിക്കുട്ടിയമ്മയുടെ പേരിൽ ഒരു കളങ്കം പോലും നമ്മൾ ചിന്തിക്കാത്ത മേഴ്സിക്കുട്ടിയമ്മയുടെ പേരിൽ വൻതോതിൽ ഫിഷിംഗ് ബോട്ടുകൾ വാങ്ങിച്ച കാര്യത്തിൽ അഴിമതി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമ്മളെല്ലാം പുച്ഛിച്ചു തൊള്ളി. കാരണം മേഴ്സിക്കുട്ടിയമ്മ അവരിങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളൊരു നാടൻ സ്വഭാവമുള്ളൊരു സ്ത്രീ അങ്ങനെ ഒരു കള്ളം ചെയ്യുമെന്നല്ലേ നമ്മളെല്ലാം വിചാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ആരോപണത്തിൽ ഉറച്ചു നിന്നു. അന്വേഷണം വന്നപ്പോൾ എന്താണ്? മേഴ്സിക്കുട്ടിയമ്മ മാത്രമല്ല, കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയോട് അഴിമതി നടത്തി, വൻതോതിലുള്ള വെട്ടിപ്പ് നടത്തി, അനധികൃതമായിട്ടുള്ള പണമിടപാട് നടത്തിയെന്ന് തെളിഞ്ഞില്ലേ 100%. എന്നിട്ട് മേഴ്സിക്കുട്ടിയമ്മ കുണ്ടറയിലിട്ട് PC വിഷ്ണുദാസ് തോൽപ്പിച്ചില്ലേ? PC വിഷ്ണുദാസ് രമേശ് ചെന്നിത്തലയുടെ ആളല്ല, ഉമ്മൻചാണ്ടിയുടെ ആളാണ്. എന്നിട്ടും അദ്ദേഹം തോൽപ്പിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു അവസരം കൊടുത്തത്, അതിലൊരു ഗെയിം ചേഞ്ചറായിട്ട് വർത്തിച്ചത് ഒക്കെ രമേശ് ചെന്നിത്തലയാണ്. പിന്നെയും പല ആരോപണങ്ങളും ഉന്നയിച്ചു. അതൊക്കെ ചിലതൊക്കെ N പ്രശാന്ത് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ വഴിയാണ് കിട്ടിയിട്ടുള്ളതെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ മകനും ഒരു IAS കാരനാണ്. ആ സോഴ്സ് വഴിയും കിട്ടിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രസ് സെക്രട്ടറി ആണോ എന്ന് എനിക്കറിയില്ല, സബ്ജക്റ്റ് ടു കറക്ഷൻ ആയിട്ടുള്ള ഒരാൾ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെയാണ്. ഈ പ്രശാന്തും അദ്ദേഹവും നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ള സോഴ്സുകളുണ്ട്. അല്ലാതെ തന്നെ മുൻ മന്ത്രിയായിരുന്നതിൻ്റെ പേരിൽ ഒരുപാട് സോഴ്സുകൾ, അതെ, കോൺഗ്രസ്സുകാരായിട്ടുള്ള ധാരാളം സോഴ്സുകളുണ്ടല്ലോ. അതെല്ലാം പരമാവധി ഉപയോഗിക്കുന്നതല്ല ഒരാൾ, അല്ല ചുമ്മാ പൊയ്വെടി വയ്ക്കുന്ന പോലെ അങ്ങനെയുള്ള അല്ല, റബ്ബർ ബുള്ളറ്റുകളും അല്ല, എയർ ഗണ്ണും അല്ല അദ്ദേഹത്തിൻ്റെത്. വളരെ കൃത്യമായിട്ടുള്ള പോയിൻ്റ് ബ്ലാങ്കായിട്ട് കൊള്ളുന്ന AK-47 റൈഫിളാണ് അദ്ദേഹത്തിൻ്റെ ആരോപണ ശരങ്ങൾ. എനിക്ക് ബോധ്യമായിട്ടുള്ളത് ആ കാര്യത്തിൽ നല്ലൊരു പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കുന്ന ആൾ ശരിക്കും രമേശ് ചെന്നിത്തലയാണ്.